അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. ഏറെ ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് അലി അൻസാരി, വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ ഏറെ പ്രിയപ്പെട്ടവരെ, ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഞങ്ങൾ ഇരുന്ന് അതേ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരുപാട് ഖത്തീബുമാരാണ് എൻ്റെ മുമ്പിലും പിന്നിലും ഇരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഖുർആൻ ക്ലാസ് എടുക്കുന്ന, സംസാരിക്കുന്ന, ക്ലാസ്സുകൾ എടുക്കുന്ന സഹോദരിമാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി നിങ്ങളോടൊരു പഠിപ്പിക്കേണ്ട, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ ബോധ്യമുള്ള കാര്യമാണ് നമ്മൾ ഏറെ കേൾക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ ഒരുപാട് വിഭാഗങ്ങൾ, ഒരുപാട് കക്ഷികൾ, സംഘടനകൾ, എല്ലാവരും പറയുന്നത് നമ്മളാണ് യഥാർത്ഥ ദീനിൻ്റെ വക്താക്കൾ, നമ്മളാണ് നേരായ വഴിയിലുള്ളത്, നമ്മളാണ് അഹ്ലുസുന്നയുടെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അറിയിച്ചു കൊടുക്കാൻ, അതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മൾ ജാമിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര കേട്ടാണ്, ഇതെത്ര കാലം നമ്മൾ കേൾക്കുന്നത് എന്ന മനോഭാവമായിരിക്കും സാധാരണ ഉണ്ടാവുക. ഇതൊരു നെറ്റ് ഓറിയൻറ്റേഷൻ സെഷനൊന്നും അല്ല. അതിനപ്പുറം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള, നമ്മുടെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മൾക്ക് റഹ്മത്ത് വർഷിക്കുന്ന ഒരു സദസ്സായി പടച്ചിറബ് ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ച്, ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും റബ്ബ് സംവിധാനിച്ച ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു ആദരിച്ച, വലഖദ് കറംനാ ബനി ആദം, അള്ളാഹു ആദരിച്ച ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റെത്. മനുഷ്യന് വേണ്ടി സകലതും പടച്ചിറബ് ദുനിയാവിൽ സംവിധാനിച്ചു. മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നമ്മൾക്ക് നൽകി. അതിനുശേഷം അവൻക്ക് നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ നിയോഗിച്ചു. അതിൽ അവസാനമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷത്തെ പ്രബോധനത്തിൽ പൂർത്തിയാക്കി പടച്ചിറബ് സർട്ടിഫൈ ചെയ്ത് തന്ന ഒരു സമൂഹം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അങ്ങനെ റബ്ബ് തൃപ്തിപ്പെട്ട ഒരു മതമായി നമ്മൾക്ക് നൽകിയ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രബോധനം തുടങ്ങുന്ന കാലത്ത്, ബദഅൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദഅ. അല്ലാഹുവിന്റെ റസൂൽ അന്ന് മക്കയിൽ പ്രബോധനം ആരംഭിക്കുമ്പോൾ ഒരു ഗരീബായിട്ടാണ്, ഒരു അപരിചിതാണ്, അവർക്കൊന്നും പരിചയമില്ല. മുഹമ്മദ് പുതിയൊരു മതമായിട്ട് വന്ന് പുതിയ, നമ്മൾക്ക് നമ്മുടെ കാരണവന്മാർക്ക് പരിചയമില്ലാത്ത കുറേ ആശയങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറേ വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരുടെ എല്ലാം അവർക്ക് അപരിചിതമായിരുന്നു. ഫസയഊദു കമാ ബദഅ. അതേ അപരിചിതാവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും. ഇന്ന് ലോകത്തിനും ഇസ്ലാം പറയുമ്പോൾ ഇസ്ലാമോ, ഇതോ, വേഷം, ഈ കോലം, ഇതെന്താ കോലം, ഇതെന്താ വേഷം, ഇതെന്താ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം ആളുകൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു അപരിചിത്വം, ഇതെന്താ എന്നുള്ള കോലത്തിൽ നോക്കുന്നൊരവസ്ഥയിലേക്ക് ഫസയഊദ്, അതിലേക്ക് മടങ്ങിപ്പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫതൂബ ലിൽ ഗുറബ. ആ അപരിചിതർക്ക്, ആ അപരിചിതരായി മാറുന്നവർക്ക്, ആ ഒറ്റപ്പെടുന്നവർക്ക് മംഗളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്.
ആ ഒരു അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ ഉടനെ നമ്മൾക്കറിയാവുന്നതുപോലെ ഖവാരിജുകളും ഖദരിയാക്കളും മുർജിയാക്കളും പല തരത്തിലുള്ള പല വാദങ്ങളും അന്ന് മുതലേ ഉണ്ടായി. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ പല തരത്തിലുള്ള പുതിയ വാദങ്ങളും ആ സമൂഹത്തിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു പോയ തറക്തും അലാ ബൈദാ ലൈലുഹാ കനഹാരിഹാ, രാത്രി പോലും പകല് പോലെ പ്രകാശിതമായ ആ ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടയച്ചു പോയത്. പക്ഷേ അത് മാറി ഒരുപാട് ഫിത്നകളും പ്രശ്നങ്ങളും ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരാൻ ഇന്ന് 1400 വർഷങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് പഠിച്ച സ്വഹാബത്ത് അവർ മനസ്സിലാക്കിയ ദീനിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇസ്ലാം. എല്ലാവരും ഇസ്ലാം എന്നാ പറയാ. കാണുന്ന ഷിയാക്കളും ഈ നാട്ടിലുള്ള എല്ലാ സൂഫിയാക്കളും ഈ കാണുന്ന എല്ലാ കോപ്രായത്തരങ്ങളും കാട്ടിക്കൊണ്ടത് ഇസ്ലാമിന്റെ പേരിലാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. കഞ്ചാവടിച്ച് ലക്കും ലഗാലും ഇല്ലാതെ നടക്കുന്ന ഔലിയാക്കൾ നടക്കുന്നതും ഇസ്ലാമിന്റെ പേരിലാണ്. എല്ലാ തോന്നിവാസങ്ങളും ഇസ്ലാമിന്റെ പേരിൽ നടമാടുമ്പോൾ ഒരാൾ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഒരാൾ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏതാണ് അള്ളാഹു വഹയായി ഇറക്കിയത്, ഏതാണ് പടച്ചിറപ്പിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദീൻ ഏതാണ് എന്ന് നമ്മൾ അറിയുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട പ്രബോധകന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കി ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയും വേണ്ട ആവശ്യകതയുണ്ട്. സാധാരണക്കാർ, ഒരുപാട് സാധാരണക്കാർ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ അയൽവാസികളായി, നമ്മളെ ബന്ധുക്കളായി, നമ്മുടെ പ്രിയപ്പെട്ടവരായുള്ള ആളുകൾ സാധുക്കളാണ്. അവിടെയുള്ള ഉസ്താദുമാര് പറഞ്ഞ്, നാട്ടിലുള്ള ഏതോ നേതാവ് പറഞ്ഞ്, ഏതോ പള്ളിയിലുള്ള ഉസ്താദ് പറഞ്ഞ് അതാണ് ദീൻ എന്ന് ധരിച്ച് ചെയ്തു പോകുന്നതാണ്. പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. പഠിച്ചവൻ്റെ അടുത്ത് സ്വർഗമാണെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ് ഈ ആളുകളൊക്കെ. പക്ഷേ അവര് പോകുന്നതോ ശാശ്വതമായ നരകത്തിലേക്കാണ്. അവരെ മാറ്റിയെടുക്കാനുള്ള വലിയ ദൗത്യമാണ് ജാമിയ നദവിയിലെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും അനുജത്തിമാർക്കും ഉള്ളത്. ആ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടാണ് നാം ഈ ജാമിയയുടെ മണ്ണിലേക്ക് വന്നത്. ആ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ഈ ജാമിയ നദവിയെ സംവിധാനങ്ങളൊക്കെ നമ്മൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ആ നാം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് അത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് നരകമോചനം നേടുക എന്നുള്ളത്. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും ആഗ്രഹവും സ്വപ്നമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അബൂദാവൂദും ഹാക്കിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റവാഹു അബൂദാവൂദിലെ 4597 ഹദീസാണ്. നമ്മൾക്കൊക്കെ പരിചയമുള്ള ഹദീസ്. അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല. നമ്മൾക്ക് മുമ്പുള്ള അഹ്ലു കിതാബിന്റെ ആളുകൾ, മുൻ സമുദായങ്ങൾ 72 കക്ഷികളായി പിരിഞ്ഞു. വഇന്ന ഹാദിഹിൽ മില്ലത സതഫ്തരിഖു അലാ 73. ഈ മില്ലത്ത്, ഈ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്ത് 73 വിഭാഗമായി പിരിയും. 72 ഫിന്നാർ. അതിൽ 72 നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന വഹിയ അൽ ജമാഅ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസ് കിതാബിൽ ഈ 72 വിഭാഗത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് 72 നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. അതൊരു ഗ്രൂപ്പാണോ, ഒരു സംഘടനയാണോ, ഒരു കൂട്ടത്തിൽ കൂടിയ അവരൊക്കെ സ്വർഗത്തിലാണ് എന്നതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ ആരാണവർ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞ മറുപടി, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാൻ ഏതൊന്നിലാണോ, എൻ്റെ സ്വഹാബത്ത് ഏതൊന്നിലാണോ ആ കൂട്ടർ, ആ വിശ്വാസം. സ്വഹാബത്ത് ഏതൊരു വിശ്വാസത്തിലാണോ ഉണ്ടായിരുന്നത്, സ്വഹാബത്ത് ഏതൊരു കർമ്മമാണോ ചെയ്തത്, ആ കൂട്ടരൊഴികെ മറ്റെല്ലാ വിശ്വാസങ്ങളും മറ്റെല്ലാ കർമ്മങ്ങളും നരകത്തിലേക്കുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് വളരെ എളുപ്പമാണ്.
അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് എണ്ണിപ്പറഞ്ഞ സ്വഹാബാക്കൾ അവര് സ്വർഗത്തിലാണ്. നമുക്ക് ആർക്കും സംശയമില്ല, നമ്മളിൽ ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമാണ് അവർ സ്വർഗത്തിലാണ് എന്നുള്ളത്. നമ്മൾക്കും ആഗ്രഹം ആ സ്വർഗമാണ് എങ്കിൽ, നാമും സ്വപ്നം കാണുന്നത് ആ സ്വർഗമാണ് എങ്കിൽ, ആ സ്വഹാബാക്കൾ ജീവിച്ച, ആ സ്വഹാബാക്കൾ മനസ്സിലാക്കിയ വിശ്വാസം, ആ സ്വഹാബാക്കൾ മനസ്സിലാക്കിയ ദീൻ അതുപോലെ മനസ്സിലാക്കിയാൽ അവർക്ക് ലഭിച്ച സ്വർഗം നമ്മൾക്ക് ലഭിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം നമ്മൾക്ക്, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം നമ്മളോടൊപ്പം നമസ്കരിച്ചു. സുമ്മ അഖ്ബല അലൈനാ ഫവഅലനാ മൗഇളതൻ ബലീഗ. പിന്നീട് സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഅദ് നടത്തി. ദറഫത് മിൻഹൽ ഉയൂൻ വജ്ലത് മിൻഹൽ ഖുലൂബ്. റസൂലിന്റെ കണ്ണ് നിറഞ്ഞു, റസൂലിന്റെ ഹൃദയം മിടിക്കുന്ന രൂപത്തിൽ, ചലനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷണം. ഫഖാല ഖായിലുൻ യാ റസൂലല്ലാഹ്. ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഹ്. ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെയുണ്ടല്ലോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫമാദാ തഅഹദു ഇലൈനാ. ഞങ്ങളോടുള്ള വസിയത്ത് എന്താണ്, ഞങ്ങൾക്ക് അങ്ങേക്ക് തരാനുള്ള വസിയത്ത് എന്താണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാൻ. ഊസിക്കും ബിത്തഖ്വല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് പടച്ചോനെ സൂക്ഷിക്കണം, തഖ്വയുണ്ടാവണം, റബ്ബിനെ സൂക്ഷിക്കണം. വസ്സംഅ വത്വാഅ വഇൻ അബദൻ ഹബശിയൻ. അബിശീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് എങ്കിലും ആ നേതൃത്വത്തിന് കീഴിൽ അനുസരണയോടെ ജീവിക്കാനുള്ള വസിയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തരികയാണ്. ഒരു ഭരണാധികാരി ഉണ്ട് എങ്കിൽ, ഇസ്ലാമിക ഭരണാധികാരി ഉണ്ട് എങ്കിൽ അവർക്കെതിരെ പുറപ്പെടാതിരിക്കുക എന്നുള്ളത്, അവർക്കെതിരെ വിപ്ലവം നയിക്കാതിരിക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയ്യത്താണ്. ഫഇന്നഹു മൻ യഅിശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ. ഹദീസൊക്കെ ഹിഫ്ളുള്ള ആളുകളാണ് മുന്നിലും പിന്നിലിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ. ഫസയറാ ഇഖ്തിലാഫൻ കസീറ. ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ. നിങ്ങൾക്ക് ഈ സുന്നത്തിനെ, എൻ്റെ സുന്നത്തിനെ, എൻ്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാനുള്ള വസിയത്ത്. വഅദ്ദു അലൈഹാ ബിന്നവാജിസ്. അതിനെ അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരികയാണ്. ആ സുന്നത്തിനെ, സ്വഹാബത്തിന്റെ വിശ്വാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹജ്ജത്തുൽ ബൈദാ ആയി പഠിപ്പിച്ചെന്ന ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക മാത്രമാണ് ജീവിതത്തിൽ ഇസ്ലാമികമായി ജീവിക്കാൻ, ആ സ്വർഗപ്രവേശനം നേടാൻ, ആ നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരേ ഒരു വഴി എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ മൻഹജു സലഫ് എന്ന് പറയുന്നത്. അതെന്തോ ഒരു സാധനം. സലഫികൾ നമ്മൾ പറയും, സലഫി മദ്രസ, സലഫി പള്ളികൾ, നമ്മൾ സലഫികളാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് പറയുമ്പോൾ അതെന്തോ വലിയൊരു സംഭവമാണ്, ഏതോ ഒരു കൂട്ടര്, ഏതോ പണ്ഡിതന്മാരുണ്ടാക്കിയ എന്തോ സംഭവമാണ് എന്നതിനല്ല. അതിനപ്പുറം നാം ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് സ്വഹാബത്താണ്. നമ്മൾ സലഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ വിശ്വാസങ്ങൾ, ആ സ്വഹാബത്തിന്റെ അമലുകൾ, ആ സ്വഹാബത്തിന്റെ അഖ്ലാഖ്, അതാണ് നമ്മുടെ മാർഗം, അതാണ് നമ്മുടെ മൻഹജ് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് മൻഹജ്? എന്താണ് മൻഹജ്? ഭാഷയിൽ മൻഹജു മുഷ്തഖും മിൻ ഫിഅലി നഹജ എന്ന ഫിഅലിൽ നിന്നാണ് മൻഹജ് ഉണ്ടാവുന്നത്. ബിമഅന സലക, സലക എന്നുള്ള അർത്ഥത്തിൽ. മൻഹജ് ഒരു വഴി, പാത എന്നുള്ള അർത്ഥത്തിൽ. വയഅനി അത്വരീഖുൽ വാളിഹ, വ്യക്തമായ വഴി. അത്വരീഖുൽ വാളിഹ്, വ്യക്തമായ വഴി എന്നാണ് മൻഹജ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം. നമ്മളൊരു വാള് കേൾക്കുന്ന, ഒരു ഖുതുബ കേൾക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയല്ല. സാധാരണ നമ്മളവിടെയൊക്കെ ചെറിയ കുട്ടികളാണ്, 6ാം ക്ലാസ് കുട്ടികളാണ്, എല്ലാവരും കയ്യിൽ നോട്ട് ഉണ്ടാവും, പെന്നുണ്ടാവും,
ഇതൊക്കെ അറിയുന്നതാണ്, ഖത്തീബുമാരാണ്, ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നറിയാം. എന്നാലും സാധാരണ അതാണ് നമ്മൾ കാണാറുള്ളത്. ഉറക്കം വരുന്നില്ലല്ലോ അല്ലേ? ഏയ് ഫൈൻ. നഹജ എന്ന ഫിഅലിൽ നിന്നാണ് മൻഹജ് ഉണ്ടാവുന്നത്. അതിന്റെ അർത്ഥം എന്താ? അത്വരീഖുൽ വാളിഹ്, വ്യക്തമായ വഴി എന്നാണ് മൻഹജ് എന്ന പദത്തിന്റെ അർത്ഥം. രണ്ടാമത്തെ പദം പരിശുദ്ധ ഖുർആനിൽ പടച്ചറബ് പഠിപ്പിച്ച് തന്ന മറ്റൊരു പദം ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ, സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ വചനം. മിൻഹാജൻ, അവിടെ പഠിപ്പിച്ചെന്ന മിൻഹാജ, ആ വ്യക്തമായ വഴി. ഐ സബീലൻ വസുന്നതൻ വാളിഹ, വ്യക്തമായ വഴി, സുന്നത്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ പദം സലഫ് എന്നുള്ളതാണ്. അറബിയിൽ സലഫ ഇലൽ മുതഖദ്ദിമീൻ, മുൻകടന്ന ആളുകൾക്കാണ് സലഫ എന്ന് പറയാ. യുഖാലു സലഫ യസ്ലുഫു സുലൂഫൻ ബിമഅന തഖദ്ദമ, തഖദ്ദമ എന്ന അർത്ഥത്തിലാണ് സലഫ എന്ന പദം ഉപയോഗിക്കുക. വസ്സാലിഫു ഹുവൽ മുതഖദ്ദിം, സാലിഫ് അതിന്റെ ഇസ്മ ഫാഇൽ മുൻകടന്നവൻ, അൽ മുതഖദ്ദിം എന്ന അർത്ഥത്തിലാണ്. അപ്പോ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ ഹുവ അത്വരീഖുൽ ലദീ സലകഹു അസ്സഹാബത്തു വത്താബിഊൻ വതാബിഊഹും ഫീ ഫഹ്മി വതത്ബീഖിൽ ഇസ്ലാം, ഇസ്ലാമിനെ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യത്തിൽ സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും നടന്ന വഴിയെയാണ് നമ്മൾ അൽ മൻഹജു സലഫ് എന്ന് പറയാറുള്ളത്. ആരാണവർ? പടച്ചറബ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ, പടച്ചോൻ തൃപ്തിപ്പെട്ട ആളുകൾ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ, മുഹാജിരീങ്ങളും അൻസ്വാരികളും അവരെ തുടർന്ന് വന്ന ആളുകളെ പടച്ചുറബ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ കൂട്ടരാണ് നമ്മുടെ സലഫ്, നമ്മുടെ മുൻഗാമികൾ. നമ്മുടെ നാട്ടിലെ 10 വർഷം മുമ്പ്, 50 വർഷം കൊണ്ട്, 100 വർഷം കൊണ്ട് എൻ്റെ വല്ലിപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പൊക്കെ ജീവിച്ചെങ്ങനെയാണ് എന്ന് പറഞ്ഞതിനപ്പുറം നമ്മുടെ കൂട്ടത്തിന് 100 വർഷത്തെ പാരമ്പര്യമുണ്ട്, 100-ാം വാർഷികം ഇവിടെ നടക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം നാം പറയുന്ന സലഫ് അത് സ്വഹാബത്താണ്, താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങളാണ്. അവര് ജീവിച്ച വഴി, അവരേതൊന്നിലാണോ ഉള്ളത്, അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്തുൽ ഹശ്റിൽ ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, സ്വന്തം നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ ചെയ്തവർ, പടച്ചുറബിന്റെ ഫളൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചു പോയ നമ്മുടെ സ്വഹാബാക്കൾ, അവരെ സ്വീകരിച്ച വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന മുഹാജിരീങ്ങളെ സ്നേഹിച്ച് തൻ്റെ വീടും സ്വത്തും എല്ലാം പകുത്തു നൽകിയ അൻസ്വാരികൾ, ആ മുഹാജിറുകളുടെയും അൻസ്വാരികളുടെയും വഴിയാണ് നാം പറയുന്ന സലഫുകളുടെ വഴി. അതാണ് നാം പറയുന്ന സ്വഹാബത്ത്. പടച്ചറബ് തൃപ്തിപ്പെട്ട സമൂഹം, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആളുകൾ എന്തിന് ഇതിനെ സ്വീകരിക്കണം, എന്തുകൊണ്ട് അവർ പറയുന്നത് ശരി എന്ന് നാം മനസ്സിലാക്കണം. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു അറബി ക്ലാസ്സിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. ഒരു അറബി ഉസ്താദ് ക്ലാസ്സിലേക്ക് കയറി വന്നു. എല്ലായിടത്തും ഞാൻ പറയുന്ന ഉദാഹരണമാണ് എന്തുകൊണ്ട് ഈ മൻഹജ് അല്ലെങ്കിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം ദീനിനെ എന്ന് പറയാനുള്ള കാരണം. ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി വരാൻ, അവിടെ കുറച്ച് കുട്ടികളുണ്ട്. ബോർഡിൽ ആ അധ്യാപകൻ വന്നുകൊണ്ട്, ഒരു അറബി അധ്യാപകനാണ് അദ്ദേഹം, വന്നുകൊണ്ട് കുട്ടികൾക്ക് അലിഫ് പഠിപ്പിക്കാൻ വേണ്ടി ബോർഡിൽ ഒരു വര വരക്കാൻ. അവിടെ ഉണ്ടായിരിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ, അവർക്ക് ആ കാര്യം മനസ്സിലായി. ശേഷം കുറച്ചുകൂടി വിദ്യാർത്ഥികൾ വരാൻ ക്ലാസ്സിലേക്ക്. അവരന്നുകൊണ്ട് പറയാണ്, ഇത് ഇംഗ്ലീഷ് അധ്യാപകൻ ആൽഫബറ്റ് ഐ പഠിപ്പിക്കാൻ വേണ്ടി ബോർഡിൽ എഴുതിയതാണ്. കുറച്ച് കഴിഞ്ഞ് വേറെ കുറച്ച് കുട്ടികൾ വരാൻ.
അവര് പറയാണ്, അല്ല ഇത് മാത്സിന്റെ അധ്യാപകൻ, കണക്ക് അധ്യാപകൻ 1 പഠിപ്പിക്കാൻ വേണ്ടി വരച്ചവരാണ്. അവർ തമ്മിൽ തർക്കാവാണ്. ഇതിൽ ആര് പറഞ്ഞതാണ് ആ വരയുടെ യഥാർത്ഥ ഉദ്ദേശം? ഈ 3 കൂട്ടത്തിൽ ആര് പറഞ്ഞതാണ് ആ അധ്യാപകൻ ബോർഡിൽ വരച്ച ആ വരയുടെ യഥാർത്ഥ ഉദ്ദേശം? ആർക്കായിരിക്കും അത് മനസ്സിലാവുക? അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അവരധ്യാപകരിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. അവരധ്യാപകരിൽ നിന്ന് നേരിട്ട് കേട്ടതും കണ്ടതും കണ്ടനുഭവിച്ചതാണ്. അവര് പറഞ്ഞതായിരിക്കും ശരിയെന്നത് ഏത് കോമൺ സെൻസ് ഉള്ള വിവരമുള്ള ആളുകൾക്കും മനസ്സിലാവുന്നതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. നമ്മൾക്ക് മുമ്പിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്. എല്ലാ വിഭാഗ ആളുകളും പറയുന്നത് ഖുർആന് ഹദീസാണ്. എല്ലാവരും ക്ഷണിക്കുന്നത് ഖുർആനിലേക്കും സുന്നത്തിലേക്കെന്നാണ്. എല്ലാവരും ഓതുന്നത് ഒരേ ആയത്താണ്. ഓരോരുത്തരും ഓരോ അർത്ഥം പറയാണ്. ഇതിലേതാണ് ശരി, ഏതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം, ലക്ഷ്യമെന്ന് എങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് വഹി ഇറങ്ങിയത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒന്നാമത്തെ വിദ്യാർത്ഥികൾ സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കൾക്കാണ് ഒരു ആയത്തിറങ്ങിയാൽ, ഒരു ഹദീസ് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫഹ്മ് അറിയുക എന്നുള്ളതാണ് കോമൺ സെൻസ്. അതാണ് നാം പറയുന്നത്. ഒരു ആയത്ത് ലഭിച്ചാൽ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എൻ്റെ ലോജിക്കിനത് പറ്റുന്നില്ല, ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഇതെങ്ങനെയൊക്കെ പറയാൻ പറ്റോ എന്നൊക്കെ ആലോചിക്കുന്നതിനപ്പുറം എന്താണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത്, എന്താണോ അവർ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, എന്താണോ ഹദീസിൽ നിന്ന് അവരെ മനസ്സിലാക്കിയത്, അവിടെ നിലകൊള്ളാൻ കഴിയുമ്പോഴാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ദീൻ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ വിശ്വസിച്ച ദീൻ, അവർ വിശ്വാസമായി കൊണ്ടു നടന്ന കാര്യങ്ങൾ, അവർ കർമ്മങ്ങളായി കൊണ്ടു നടന്ന കാര്യങ്ങൾ, അവരുടെ സംസ്കാരം, അവരിലുണ്ടായിരുന്ന കൾച്ചർ, അതാണ് ഇസ്ലാമിൻ്റെ കൾച്ചർ. അവരിലുണ്ടായിരുന്ന സംസ്കാരം, വിശ്വാസം, എല്ലാ കാര്യത്തിലും റോൾ മോഡലുകൾ അവരാണ്. ആ സ്വഹാബത്താണ് ദീൻ വഹ്യ് നേരിട്ട് കേട്ട് പഠിച്ചവർ. അവരിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച താബിഈങ്ങളുണ്ട്, തബഉ താബിഈങ്ങളുണ്ട്. അവരേതൊന്നാണോ മനസ്സിലാക്കിയത്, ഉത്തമ തലമുറ, അവിടെ നിലകൊള്ളാനാണ് നമ്മൾക്ക് കഴിയേണ്ടത്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവുന്നത് പോലെ റബീഉൽ അവ്വൽ 12 ആയാൽ നാട്ടില് ആഘോഷങ്ങളാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമില്ലേ, ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് നബിദിന ആഘോഷം ഉണ്ടാവും. ആയത്തുകൾ ഓതും. നമുക്ക് തിരിച്ച് സിമ്പിളായി ചോദിക്കാം, ഈ ആയത്ത് അള്ളാന്റെ റസൂലിനല്ല ഇറങ്ങിയത്. ഈ ആയത്ത് ഒന്നാമതായി കേട്ട ആളുകളാരാ? സ്വഹാബത്താണ്. ഈ ആയത്തിൽ നിന്ന് ആ സ്വഹാബാക്കൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അവരിത് ചെയ്തിട്ടുണ്ടോ? എന്നാ നമ്മൾക്ക് ചെയ്യാം. റമദാൻ 17 ആയാൽ നാട്ടിലൊക്കെ ബദർ മൗലിദും ആഘോഷങ്ങൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്താണല്ലോ ബദർ നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊപ്പം ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അതിനുശേഷം വർഷങ്ങളോളം അവർ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടല്ലോ. നബിയിൽ നിന്ന് ഇങ്ങനൊരു ആഘോഷം അവർ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു ആചാരം അവർ പഠിച്ചിട്ടുണ്ടോ? അവർ ചെയ്തിട്ടുണ്ടോ? നമ്മൾക്ക് ചെയ്യാം. ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാം. എല്ലാ വിഭാഗത്തോടും എല്ലാ കൂട്ടരോടും നമ്മൾക്കിത് മാത്രമേ പറയാനുള്ളൂ. അവരെന്ത് തന്നെ വാദമായി വന്നാലും, ഏതായത്ത് കൊണ്ടുവന്നാലും, ഏത് ഹദീസുകൾ കൊണ്ടുവന്നാലും അവരോട് ചോദിക്കാം, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്താണല്ലോ. ഈ സ്വഹാബത്ത് ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വഹാബത്ത് ഈ ആയത്തിന് ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? അവരുടെ ജീവിതത്തിൽ ഇപ്രകാരമാണോ ഉണ്ടായത്? അതിന് തെളിവ് കൊണ്ടാ നമ്മളത് ചെയ്യാം. കാരണം അതാണ് ദീൻ എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. പടച്ചോൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ആ സലഫുകളുടെ മാർഗമാണ്, ആ സ്വഹാബത്തിന്റെ മാർഗമാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബി ഫഖദ് ഇഹ്തദൗ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ നേരായ വഴിയിലേക്ക് എത്തുമെന്ന് സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ വചനം. ഫഖദ് ഇഹ്തദൗ, എന്നാ നിങ്ങൾക്ക് ഹിദായത്തിലേക്ക് എത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല
പഠിപ്പിച്ചു തന്നതുപോലെ സ്വഹാബാക്കൾ, നബിയിൽ നിന്ന് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ മൻഹജും ആ വഴിയും എന്നുള്ളതാണ്. സ്വഹാബാക്കൾ ഒരിക്കലും പടച്ചോനല്ലാതൊരു പടപ്പിനോടും പ്രാർത്ഥിച്ചിട്ടില്ല, ഇസ്തിആനത്ത് നടത്തിയിട്ടില്ല എന്ന് നമ്മൾക്ക് വ്യക്തമാണ്. ഒരു പടപ്പിനോടും ഇസ്തിഗാസ ചെയ്തതായ ഒരൊറ്റ പ്രമാണവും, ഒരു സ്വഹീഹായ പ്രമാണവും ഒരാൾക്കും ഇന്നേ വരെ കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർ ഇബാദത്തിന്റെ ഇനങ്ങൾ പടച്ചറബിനല്ലാതെ ഒരു പടപ്പിലേക്കും തിരിച്ചു വിട്ടിട്ടില്ല എങ്കിൽ പടച്ചറബിന്റെ നുസൂലിനെ കുറിച്ചിട്ട്, ഇസ്തിവാഇനെ കുറിച്ചിട്ട് അവരുടെ വിശ്വാസം എന്തായിരുന്നുവോ അവരൊരിക്കലും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അവർ ഖബർ ശിക്ഷയെ കുറിച്ചിട്ട്, പരലോകത്തെ കുറിച്ചിട്ട്, സിറാത്ത് പാലത്തെ കുറിച്ച് അവർ സംശയം ഉന്നയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അവർ ഗൈബിയായ വിഷയങ്ങളിൽ അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞോ, പിന്നെ അവർക്ക് തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, അപ്രകാരം വിശ്വസിക്കുകയാണ് ചെയ്തത്. അതിൽ നമ്മൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിനപ്പുറം എന്താണോ വിശ്വാസം അവിടെ നിലകൊള്ളാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ എൻ്റെ ബുദ്ധിക്കോ എൻ്റെ യുക്തിക്കോ എൻ്റെ സെൻസിനോ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ ബുദ്ധിയുടെ കുറവാണത് എന്ന് മനസ്സിലാക്കുക മാത്രമാണ് നമ്മൾക്കത് ചെയ്യാനുള്ളത്. ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെട്ടാൽ അവിടെ നിലകൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് സ്വഹാബത്തിന്റെ വഴി. അതാണ് മൻഹജ്, അതാണ് സലഫുകളുടെ വഴി, അതാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്, തബ്ലീഗും ജമാഅത്തും സമസ്തയും പല കൂട്ടരുണ്ട്. എല്ലാവരും ഇപ്രകാരം എല്ലാത്തിനെയും ഈ ഒരു അളവുകോല് വെച്ച് പരിശോധിച്ചാൽ നമ്മൾക്ക് വ്യക്തമായ അത്വരീഖുൽ വാളിഹ്, വ്യക്തമായ വഴി നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ സ്വഹാബത്തിനെ കുറിച്ചിട്ട്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് നോക്കി, അതിലേറ്റവും ഖൈറായ ഖൽബ് അത് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയമായി കണ്ടു. ഫസ്തഫാഹു ലിനഫ്സി, എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് റിസാലത്ത് നൽകുകയും ചെയ്തു. സുമ്മ നളറ ഫീ ഖുലൂബിൽ ഇബാദി ബഅദ ഖൽബി മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽബിന് ശേഷം ഈ സമൂഹത്തിലെ ആളുകളെ ഹൃദയത്തിലേക്ക് നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. ഇതിന് ശേഷം അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഹൃദയങ്ങളാണ് ഏറ്റവും ഉത്തമമായ ഹൃദയമായി കണ്ടു. ഫജഅലഹും വുസ്റാഅ നബിയിഹി. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലിന്റെ വസീറുമാരായി ആ സ്വഹാബത്തിനെ പടച്ചോൻ തെരഞ്ഞെടുത്തു. ഫമാ റഅൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസനുൻ. ആ സ്വഹാബത്ത് ഏതൊരു കാര്യം നന്മയായി കണ്ടോ ഫഹുവ ഇൻദല്ലാഹി ഹസനുൻ, അതാണ് പടച്ചോന്റെ അടുക്കൽ ഹസനായിട്ടുള്ളത്. വമാ റഅൗ സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യിഅ. അവർ ഏതൊന്നിനെ മോശമായി കണ്ടുവോ അതാണ് പടച്ചോന്റെ അടുക്കൽ മോശം. അതുകൊണ്ട് സ്വഹാബത്തിന്റെ വിശ്വാസം അതാണ് യഥാർത്ഥത്തിലുള്ള ദീനിന്റെ വിശ്വാസം. ആ സ്വഹാബത്ത് റസൂലിൽ നിന്ന് പഠിച്ചതാണ്. അള്ളാഹിന്റെ റസൂലോ പടച്ചോന്റെ അടുക്കൽ നിന്ന് വഹ്യിലൂടെ മനസ്സിലാക്കിയാണ്. മുഹമ്മദ് ഉദ്ധരിക്കുന്ന 3600 റിപ്പോർട്ടാണ് ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ നിഷേധിച്ചവൻ, ഈ സ്വഹാബത്തിന്റെ വഴിയിനെ നിഷേധിച്ചവൻ, തള്ളിക്കളഞ്ഞവൻ, തിരിഞ്ഞു കളഞ്ഞ ആളുകളെ കുറിച്ച് പറയുന്നത് പടച്ചുറബ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ഈ മുഅ്മിനീങ്ങളുടെ വഴിയെ വിട്ടുകൊണ്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. അവർ തിരിഞ്ഞിടത്തേക്ക് പടച്ചുറബ് അവരെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, അതെത്തിച്ചേരുന്നത് നരകത്തിലേക്കാണ്. അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. ഏതൊരു കാര്യത്തിലും, ഏതൊരു വിശ്വാസ കാര്യങ്ങൾ നമ്മൾക്ക് മുമ്പിൽ എത്തിയാലും അവിടെ നാം നോക്കേണ്ടത് സ്വഹാബത്ത്, റസൂല് പഠിപ്പിച്ചു തന്ന, സ്വഹാബത്ത് മനസ്സിലാക്കിയ വിശ്വാസത്തിൽ, ആ മൻഹജിൽ അവിടെ നിലകൊള്ളാനാണ്. അതിനപ്പുറമുള്ളതൊക്കെ
പിഴവാണ്. വനുസ്ലിഹി ജഹന്നം, അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വല്യപ്പന്മാർ കുറേ കാലം ജീവിച്ചു. അവർ ഈ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്, നാട്ടിലൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, അതിപ്പോൾ മാറ്റാനൊക്കെ പറ്റുമോ എന്നുള്ള ചർച്ചകൾക്കപ്പുറം എന്താണോ റസൂല് പഠിപ്പിച്ചത്, എന്താണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത്, അവിടെ നിലകൊള്ളാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടൊപ്പം മഗ്രിബ് നമസ്കരിക്കുകയാണ്. ثم قلنا ولو جلسنا حتى نصلي معه العشاء. അങ്ങനെ നബിയോടൊപ്പം ഇശാ നമസ്കാരം വരെ അവരൊന്നിച്ചിരിക്കുകയാണ്. فخرج علينا فقال ما زلتم ها هنا. അല്ലാഹു റസൂൽ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അവിടെ ഇരുത്തിയത്? യാ റസൂലല്ലാഹ് സ്വല്ലൈനാ മഅകൽ മഗ്രിബ് ثم قلنا نجلس حتى نصلي معك العشاء. അങ്ങയോടൊപ്പം ഇശ കൂടി ജമാഅത്തായി നിസ്കരിച്ച് പിരിഞ്ഞു പോവാനാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ്, അഹ്സൻതും ഔ അസ്വബത്തും, നന്മയാണ്, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഫറഫഅ റഅസഹു ഇലസ്സമാ. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് തല ഉയർത്തുകയാണ്. വകാന കസീറ മിമ്മാ യർഫഅ റഅസഹു ഇലസ്സമാ. അല്ലാഹുവിന്റെ റസൂൽ ധാരാളമായി ആകാശത്തേക്ക് നോക്കുമായിരുന്നു. ഫഖാല അന്നുജൂമു അമനത്തുൻ ലിസ്സമാ. നക്ഷത്രങ്ങൾ ആകാശത്തിന് സംരക്ഷണമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഉ മാ തുഅദ്. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ മാഞ്ഞു പോയാൽ ആകാശത്തിന് എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. വഅന അമനത്തുൻ ലി അസ്ഹാബി. ഞാൻ എൻ്റെ സ്വഹാബത്തിന് സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ റസൂലിന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം അവിടെ ചില ഫിത്നകൾ ഉണ്ടായത് ചരിത്രത്തിൽ നിന്ന് നാം വായിച്ചതും പഠിച്ചതുമാണ്. വസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി. എൻ്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് എന്താണോ നിശ്ചയിക്കപ്പെട്ടത് അത് സംഭവിക്കുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണിത്. സ്വഹീഹ് മുസ്ലിമിൽ 2531 റിപ്പോർട്ടായിക്കൊണ്ട് നമ്മൾക്കിത് കാണാൻ സാധിക്കും. അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിന് സംരക്ഷണമാണ്. അവരുടെ കാലഘട്ടത്തിൽ, അവരുണ്ടാവുന്ന കാലഘട്ടത്തിൽ അവരേതാണോ ദീൻ മനസ്സിലാക്കിയത് അതാണ് നമ്മൾക്കുള്ള സംരക്ഷണം. അതിനുശേഷം ഫിത്നകൾ കടന്നു വരാം. സ്വഹാബത്തിന്റെ ആ മാതൃക കൊണ്ട് മാത്രമേ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആ സ്വഹാബത്തിനെ ചീത്ത പറയരുത് എന്ന്, ആക്ഷേപിക്കരുത് എന്നുള്ള താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തസുബ്ബു അസ്ഹാബി. എൻ്റെ സ്വഹാബത്തിനെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 132 ഹദീസാണ്. എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല പുസ്തകങ്ങൾ എടുക്കുമ്പോൾ, IPH പ്രസിദ്ധീകരിച്ച പല ചരിത്ര പുസ്തകങ്ങൾ എടുക്കുമ്പോൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബിയാണ്, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുരണ്ട ഒരു പൊടിക്ക് പോലും തുല്യമായി മറ്റൊരു ആളുമില്ല, മറ്റൊരു മനുഷ്യരുമില്ല. സ്വഹാബത്ത് കഴിഞ്ഞിട്ടേ അതിനുശേഷമുള്ള ആരുമുള്ളൂ. ആ സ്വഹാബത്തിനെ പോലും പലപ്പോഴും ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തർളിയത്ത് നടത്താതെ എന്തോ ഒരു ക്രൂരം നമ്മൾ പറഞ്ഞു വന്നത്, ആ സ്വഹാബത്ത് മനസ്സിലാക്കിയത്, അവരെ ജീവിതത്തിലുണ്ടായിരുന്നത്, അവരെക്കുറിച്ചാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്. അവരാണ് ഈ ഉമ്മത്തിനുള്ള സംരക്ഷണം എന്ന് നമ്മോട് പറഞ്ഞത്. അവർ മനസ്സിലാക്കിയ അവരുടെ വിശ്വാസം, അവർ മനസ്സിലാക്കിയ കർമ്മങ്ങൾ, അത് മാത്രമേ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. എല്ലാ കാര്യത്തിലും, നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നമ്മുടെ മാതൃക ആ സ്വഹാബത്താണ്. അവരാക്ഷേപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ വായിക്കുന്ന, നമ്മുടെ ലൈബ്രറികളിലുള്ള
പല ചരിത്ര പുസ്തകങ്ങളിലും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വധം തൊട്ട് ശേഷമുള്ള ആ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രൂപത്തിലാണ് പല ചരിത്രങ്ങളിലും ഷിയാ സ്വാധീനങ്ങളുള്ള ചരിത്രങ്ങളാണ് പലപ്പോഴും നാം വായിക്കുന്നത്. അതിൽ നിന്ന് പലപ്പോഴും ആ സ്വഹാബത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിലെ യഥാർത്ഥത്തിലുള്ള ചരിത്ര വസ്തുതകൾ പഠിക്കേണ്ട ആളുകളും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളുമാണ് ജാമിഅ നദ്വയിലെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും. അത് നാം പഠിക്കണം. ദവാ ബുക്സ് പുറത്തിറക്കുന്നൊരു പുസ്തകമുണ്ട്, സ്വഹാബത്തിൻ്റെ ഒരു വെള്ളച്ചട്ടകൾ നമ്മൾ ലൈബ്രറിയിൽ ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ മാത്രം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വധം തൊട്ട് ആ നാം ചരിത്രത്തിൽ തെറ്റിദ്ധരിച്ചൊരു ഭാഗത്തിൻ്റെ യാഥാർത്ഥ്യവും നാം സ്വഹാബത്തിനോട് പുലർത്തേണ്ട വിശ്വാസവും അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാവുന്ന പുസ്തകം നാം വായിക്കുകയും അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ട ആളുകളാണ് നാം എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിശ്വാസത്തെ, ആ സുന്നത്തിനെ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കേണ്ട ആളുകളാണ് നാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വസ്ത്രവിധാനങ്ങളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ ആ മാറ്റില്ലെങ്കിൽ, നമ്മളെ പെരുമാറ്റത്തിൽ ആ മാറ്റില്ലെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ ആ മാറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും? പിന്നെ ഇങ്ങനെ ഈ സമൂഹത്തിൽ ആ സുന്നത്തുണ്ടാവും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാണ് മാതൃകയാവേണ്ടവർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പള്ളികളിൽ ഖുതുബകൾ നടത്തുന്ന, ക്ലാസ്സുകൾ എടുക്കുന്ന, ഖുർആൻ ക്ലാസ്സുകൾ എടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ സുന്നത്തുകൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം, നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാവണം ആ സുന്നത്തുകൾ. ആ ജീവിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഹദീസുകൾ മനഃപ്പാഠമാക്കും നാം. നമ്മുടെ ജീവിതത്തിലേക്ക് ആ സ്വഭാവത്തെ കൊണ്ടുവരാൻ, ആ പെരുമാറ്റത്തെ കൊണ്ടുവരാൻ, നമ്മുടെ സംസാരങ്ങളിൽ, നടത്തങ്ങളിൽ, ഇരുത്തങ്ങളിലൊക്കെ ആ സുന്നത്തുകളെ കൊണ്ടുവരാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അദ്കാർ സ്വബാഹും മസാവും. ജാമിൽ നമ്മളുള്ള കാലത്തും നമ്മൾക്കില്ലാത്തൊരു ശീലമായി ഉണ്ടാവേണ്ടതാണ്. അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി റസൂൽ പഠിപ്പിച്ചതാണ് അദ്കാറുകൾ. നമ്മുടെയൊക്കെ മക്കൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഒരു ദിവസം ഒഴിയാണ്ട് അദ്കാർ സ്വബാഹും മസാവും പറയാതെ മറ്റൊരു കാര്യം ചെയ്യൂല. ഫജർ കഴിഞ്ഞാൽ അദ്കാർ സ്വബാഹ് പറയും. അസർ നമസ്കാരം കഴിഞ്ഞാൽ അദ്കാറുൽ മസാ കഴിഞ്ഞിട്ടേ അവർ നിസ്കാരപ്പായിൽ നിന്ന് എണീക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഇവിടെ പുറത്തുനിന്നുള്ള ആരുമില്ല. ഞാനും ഇവിടെ തന്നെ വിദ്യാർത്ഥി ആയതുകൊണ്ട് എൻ്റെ അനുജന്മാരും അനുജത്തിമാരാണ് മുമ്പിലുള്ളത് എന്നുള്ള ബോധ്യത്തോടു കൂടി പറയാൻ എത്ര പേര് പറയുന്നുണ്ട് അദ്കാർ സ്വബാ? വാർഡനെ കാണാൻ വേണ്ടി ഖുർആൻ ഒരു 5 മിനിറ്റ് ഓതി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തടി കഴിച്ചിലാക്കാൻ പോയി കുറച്ചു നേരം ഉറങ്ങി 9:30-10 മണിക്ക്, എത്ര മണിക്ക് ഇപ്പോൾ ക്ലാസ്? 8:55 എണീച്ച് ഒന്ന് പല്ലൊക്കെ തേച്ചെന്നൊക്കെ വെള്ളക്കാക്കി ഇങ്ങനെ നേരെ ക്ലാസ്സിൽ പോവാന്നുള്ളൊരു സ്വഭാവമാണോ ഉള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്കാറുകൾ നമ്മൾ മുടക്കരുത്. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര എളുപ്പമായി ഒരു 5-10 മിനിറ്റ് ഇരുന്നാൽ തീർക്കാൻ പറ്റുന്നതാണ് അദ്കാർ സ്വബാഹും അദ്കാറുൽ മസാവും. പ്രാവർത്തികമാക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടാവേണ്ട കാര്യമാണത്. ആയത്തുൽ കുർസി അറിയാത്ത ആരുമില്ല, മുഅവ്വിദത്തൈനി അറിയാത്ത ആരുമില്ല. പിന്നെ അല്പം ദിക്റുകൾ, നമ്മൾക്ക് പഠിക്കുന്ന അറിയുന്ന കാര്യങ്ങൾ, അത് ജീവിതത്തിൽ നിത്യമായി പുലർത്തണമെന്ന് കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്വഹാബത്തിനെ പിൻപറ്റണം, അനുധാവനം ചെയ്യണമെന്നതിൽ മറ്റൊരു മാതൃകയാണ്, മറ്റൊരു സംഭവമാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളോട് നടത്തിയ ഒരു സംവാദം നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. 6000-ഓളം ആളുകൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരൊരു വീട്ടിൽ ഒരുമിച്ച് കൂടി അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരു വിപ്ലവം നയിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ളുഹർ സമയത്ത് വരുന്നുണ്ട്. നല്ല ചൂടാണ്.
ഈ തണുപ്പായ ശേഷം നമസ്കരിക്കാം, ഞാൻ അവരോട് സംസാരിച്ച് വരട്ടെ എന്ന് അനുവാദം ചോദിക്കാൻ. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടയുന്നുണ്ട്. താങ്കൾക്ക് അപകടം സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, അങ്ങോട്ട് പോവരുത്. അദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്നി അഖാഫുഹും അലൈക്, അവർ താങ്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഖുൽതു കല്ലാ ഫലബിസ്തു വതറജ്ജൽതു വദഖൽതു അലൈഹിം ഫീ ദാരി നിസ്ഫൻ നഹാർ. ഒരു ഉച്ച സമയത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മുടിയൊക്കെ ചീകി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജുകളെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം പോയ ഉടനെ മർഹബൻ ബിക യാ ഇബ്നു അബ്ബാസ് ഫമാ ജാഅ ബിക, മർഹബൻ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് തിരിച്ച് അവര് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ആളുകൾ, ഈ ഖവാരിജുകൾ ഇബാദത്ത് ചെയ്ത് നമസ്കരിച്ച് നിസ്കാരത്തയമ്പുള്ളവർ, ഭാഗികമായി ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളും ഉള്ളവർ, രാത്രി മുഴുവൻ നമസ്കരിച്ച് തളർന്നിരിക്കുന്ന ആളുകളുടെ ആയിട്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആളുകളെ കൂട്ടത്തിലേക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുന്നത്. അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ്, എന്താണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട്? അദ്ദേഹം തിരിച്ച് അവരോട് പറഞ്ഞത്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച രൂപത്തിൽ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി കൊടുക്കുകയാണ്. സൂറത്തുൽ അഅറാഫിലെ 32-ാമത്തെ വചനം, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദി, പടച്ച റബ്ബ് അവന്റെ അടിമൾക്ക് സീനത്തായി, അലങ്കാരമായി കൊടുത്ത ഈ വസ്ത്രത്തെ ആരാണ് നിരോധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്ന ചില വാക്കുകളുണ്ട്, ആ ഖവാരിജുകളോട് പറയുന്ന ചില വാക്കുകൾ മാത്രമാണ്. സുദീർഘമായ ചരിത്രം, അതിൻ്റെ ചെറിയ ഭാഗം മാത്രം, നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അതൈതുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വരുന്നത് അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾക്കടെ അടുക്കൽ നിന്നാണ്. അൽ മുഹാജിരീന വൽ അൻസ്വാർ, അവരുടെ കൂട്ടത്തിൽ മുഹാജിരീങ്ങളുണ്ട്, അൻസ്വാരികളുണ്ട്. വമൻ ഇൻദ ഇബ്നി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ പുത്രന്റെ അടുക്കൽ നിന്നാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. വഅലൈഹിം നസലൽ ഖുർആൻ, അവർക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അന്ന് ഈ 6000-ഓളം ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബിയും ആ കൂട്ടത്തിലില്ല. അവരോട് പറയാണ്, വഅലൈഹിം നസലൽ ഖുർആൻ, അവർക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഫഹും അഅലമു ബിതഅവീലിഹി മിൻകും, ആ ഖുർആനിന്റെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ നന്നായി അറിയുന്നവർ ആ സ്വഹാബത്താണ്. വലൈസ ഫീകും മിൻഹും അഹദുൻ, അവരെ കൂട്ടത്തിലുള്ള സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലും നിങ്ങളൊപ്പമില്ല. ലിഉബല്ലിഗുകും മാ യഖൂലൂൻ വഉബല്ലിഗുഹും മാ തഖൂലൂൻ എന്ന് അവരോട് പറയുകയാണ്. അവരെ പ്രശ്നമായി പറഞ്ഞ 3 കാര്യങ്ങളാണ് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ വിപ്ലവം നയിക്കാൻ ഇറങ്ങിപ്പുറപ്പെടാൻ ഈ ഖവാരിജുകൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കത്തിൽ അലി റളിയല്ലാഹു അൻഹു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് പരിഹരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഖവാരിജുകൾ പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കെ നിങ്ങൾ എങ്ങനെ മനുഷ്യരെ വിധികർത്താവായി സ്വീകരിക്കും? പടച്ചോൻ മാത്രമാണ് വിധികർത്താവായി ഉണ്ടാവേണ്ടത്, എങ്ങനെ ഒരു മനുഷ്യനെ വിധികർത്താവായി സ്വീകരിക്കും? രണ്ടാമത്തെ പ്രശ്നമായി അവർ പറഞ്ഞത്, ജമൽ യുദ്ധം നടക്കുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ പിടികൂടാതെ, ബന്ധനസ്ഥയാക്കാതെ, അവരുടെ സ്വത്തുക്കൾ ഗനീമത്തായി പിരിച്ചെടുക്കാതെ എന്തുകൊണ്ട് അലി തിരിച്ചയച്ചു എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമതായി, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്നുള്ള ലഖബ് സ്വീകരിച്ചില്ല. അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ അമീറുൽ കാഫിരീനാണ് അലി എന്ന് അവർ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾക്കും വളരെ വസ്തുനിഷ്ഠമായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നുണ്ട്. സുദീർഘമായ ചരിത്രം, നമ്മൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ചരിത്രം മാറ്റിവെക്കുകയാണ്. ഈ 3 കാര്യങ്ങളും അവർ പറയുകയും അതിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ആ വാക്കാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. വഅലൈഹിം നസൽ ഖുർആൻ, അവർക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഫഹുവ അഅലമു ബിതഅവീലി,
അവർക്കാണ് ഈ ഖുർആനിന്റെ വ്യാഖ്യാനം ഏറ്റവും നന്നായി അറിയുക. നമ്മൾക്ക് ഏത് വിഷയങ്ങൾ വന്നാലും പറയാനുള്ളത് ആ സ്വഹാബത്തിനാണ് ആയത്തിറങ്ങിയത്, അവർക്കാണ് ഖുർആനിന്റെ വ്യാഖ്യാനം ഏറ്റവും നന്നായി അറിയുക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്കും ഇന്ന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ജീവിതത്തിൽ ആരെങ്കിലും മാതൃകയാക്കുകയാണെങ്കിൽ ആ സ്വഹാബത്തിനെ അയാണ് ആക്കേണ്ടത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. ആരെങ്കിലും സുന്നത്തുകളെ മാതൃകയാക്കുന്നുണ്ടെങ്കിൽ ആ മരണപ്പെട്ടു പോയ ആളുകളാക്കണം. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന. കാരണം ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ല, അവരുടെ ജീവിതത്തിൽ ഫിത്നകൾ കടന്നു വരാം. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അക്കൂട്ടരാണ് അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ. അവരെയാവണം നിങ്ങൾ മാതൃകയാക്കേണ്ടത്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠരായ ആളുകളാണ് അവർ. വഅബർറഹാ ഖുലൂബൻ വഅമകഹാ ഇൽമൻ, ഏറ്റവും അറിവുള്ള ആളുകൾ, ഏറ്റവും ഹൃദയവിശുദ്ധിയുള്ള ആളുകൾ അവരാണ്. വഅഖല്ലഹാ തകല്ലുഫൻ, പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ ആളുകളും അവരാണ്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന്റെ സുഹ്ബത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആളുകളാണ് അവർ. അവരായിത്തീർന്നതല്ല, അത്രയും നല്ല ആളുകളെ പടച്ചോൻ തെരഞ്ഞെടുത്തതാണ് ആ റസൂലിന്റെ സ്വഹാബാക്കളായിട്ട്. വലി ഇഖാമത്തി ദീനിഹി, അള്ളാഹിന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടി പടച്ചോൻ തെരഞ്ഞെടുത്ത ആളുകളാണ് അവർ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല വിഷയങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന വിഷയങ്ങളിൽ കേറി അഭിപ്രായം പറയുന്ന ആളുകളെ കാണാം. എന്ത് വിഷയം വന്നാലും കേറി അഭിപ്രായം പറയുന്ന, എന്തും ചോദിക്കാം, എന്തിനും തുറന്ന മറുപടികൾ കൊടുക്കുന്ന, ആസ്ക് മീ എനിത്തിങ്, എന്നോട് എന്തും ചോദിച്ചോ, എല്ലാത്തിനും മറുപടിയാണ്. സ്വഹാബാക്കൾക്ക് പേടിയായിരുന്നു മറുപടി പറയാൻ. മഹാനായ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോ ലാ അദ്രി, എനിക്കറിയില്ല. ആരാണ്? മാലിക് ഇബ്നു അനസ് റഹിമഹുള്ള. അവർക്കൊക്കെ മറുപടി പറയാൻ പേടിയായിരുന്നു. ഇന്ന് ഏത് വിഷയത്തിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും കേറി അഭിപ്രായങ്ങൾ പറയാൻ, ഫത്വകൾ കൊടുക്കാൻ, ദീനിനെ കുറിച്ച് ഒരറിവുമില്ലാതെ ഫത്വകൾ കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൻ നാസ്, ദീനിനെ ഇൽമിനെ ഒറ്റയടിക്ക് പടച്ച റബ്ബ് ഉയർത്തുകയില്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ, പക്ഷേ പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് ഇൽമിനെ ഉയർത്തുക. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ മഹാനായ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല, എത്ര പേർ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നറിയില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ മരിച്ചാല്, ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മരിച്ച സ്റ്റാറ്റസുകൾ മുഴുവൻ അവരായിരിക്കും. അവർക്ക് RIP അറിയിപ്പിച്ചുകൊണ്ടും അവരുടെ മരണത്തിൽ സങ്കടം അറിയിച്ചുകൊണ്ടും സ്റ്റാറ്റസുകൾ നിറയും. മഹാനായ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന, ചെറുപ്പത്തിലെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട മഹാനായ പണ്ഡിതൻ മരിച്ചത് പോലും ഒരുപക്ഷെ നമ്മളിൽ ചിലർക്ക് അറിയുന്നുണ്ടാവൂല. പലരും ചോദിച്ചത് ആരാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? നമ്മൾക്ക് നാട്ടിലുള്ള സെലിബ്രിറ്റികളെ കുറിച്ച്, നാട്ടിലുള്ള സ്റ്റാർസുകളെ കുറിച്ചിട്ട്, അവരുടെ കുടുംബത്തെ കുറിച്ചിട്ടും മക്കളെ കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പക്കലുണ്ട്. പക്ഷെ പണ്ഡിതന്മാരെ പലപ്പോഴും നമ്മൾക്കറിയില്ല. നമ്മുടെ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾക്ക് പലപ്പോഴും അറിയില്ല. അവരാണ് ഈ ദീനിന്റെ സംരക്ഷകർ, ജീവിതം ദീനിന് വേണ്ടി മാറ്റിവെച്ചവർ. ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുമ്പോഴും ചോദിച്ചു വരുന്ന ഫത്വകൾക്ക് മറുപടി കൊടുത്തിരുന്ന, ജീവിതം ദീനിന് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാം നമ്മുടെ നമസ്കാര ശേഷങ്ങളുള്ള നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ പണ്ഡിതന്മാരുടെ
മരണങ്ങളിലൂടെയാണ് പടച്ച റബ്ബ് ഇൽമിനെ ഉയർത്തുക. ഹത്താ ഇദാ ലം യത്രുക ആലിമൻ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. അങ്ങനെ പണ്ഡിതന്മാർ ഇല്ലാത്തൊരു കാലം വന്നാൽ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, അവരുടെ ജാഹിലീങ്ങളായ വിവരില്ലാത്ത ആളുകളെ അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫദല്ലു വദല്ലു. അങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, ഫത്വകൾ ചോദിക്കും, അവർ ഫത്വകൾ കൊടുക്കും. അവർ സ്വയം പിഴക്കുകയും ഫദല്ലു വഅദല്ലു, അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. തിർമിദി ഉദ്ധരിക്കുന്ന 2652 ഹദീസാണ്. എത്ര വ്യക്തമാണ്, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചോദിച്ചാലും അതിന് റെഡിമെയ്ഡ് മറുപടികൾ. ദീനിന്റെ കാര്യത്തിൽ ഒരു വിവരമില്ലാത്ത, അതിന് വല്ല അറിവൊന്നും ആവശ്യമില്ല. ഒരു ഡോക്ടറാണെങ്കിൽ നമ്മളൊരു രോഗം വന്ന, ഒരു പനി വന്നാൽ പോലും വിശ്വസ്തനായ ഒരു ഡോക്ടറെ മാത്രമേ നമ്മൾ കൺസൾട്ട് ചെയ്യുകയുള്ളൂ. കാരണം മരുന്ന് വാങ്ങിത്തന്ന നമ്മുടെ ജീവിതം പോവും, നമുക്കറിയാം. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലായി ഒരു വിവരമില്ലാത്ത നമ്മളൊക്കെ പലപ്പോഴും പല മഹല്ലിൽ കാളിമാരാണല്ലോ നമ്മളൊക്കെ. നമ്മളോടാണല്ലോ പലപ്പോഴും ചോദ്യം ചോദിക്കുക, നമ്മളാണല്ലോ പലപ്പോഴും മറുപടി പറയുക. വളരെ സൂക്ഷിക്കണം ദീനിന്റെ കാര്യത്തിൽ. നമ്മൾക്ക് തോന്നുന്ന അവിടുന്ന് കഴിച്ചിലാവാൻ വേണ്ടിയിട്ട്, അവിടുന്നെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വല്ലാഹി പറയുന്നത് സൂക്ഷിക്കണം. കാരണം ഒരാളുടെ പരലോകമാണ്. ഒരു ഡോക്ടർ മരുന്ന് മാറിക്കൊടുത്ത അവൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം മാത്രമേ അവന് വരുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ സ്വർഗമാണ് എന്ന് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടുകൂടി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ അവസാന കാലം ഒരിക്കലും ഇസ്ലാഹ് ഉണ്ടാവുകയില്ല അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാഹ് ഉണ്ടായത് കൊണ്ടല്ലാതെ. പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ തലമുറയിൽ മാറ്റമുണ്ടായത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും മാറ്റമുണ്ടാവുക, നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാവുക, നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാവുക ആ പരിശുദ്ധ ഖുർആനിലൂടെ മാത്രമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതുപോലെ അസ്സുന്നതു സഫീനതു നൂഹിൻ മൻ റഖിബഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഗുരിഖ. ഈ സുന്നത്ത് എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ഫമൻ റഖിബഹാ, ആരെങ്കിലും ആ കപ്പലിൽ പ്രവേശിച്ചാൽ നജ, അവൻ വിജയിച്ചു. വമൻ തഖല്ലഫ അൻഹാ ഗുരിഖ, ആരെങ്കിലും ആ കപ്പലിൽ നിന്ന്, നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിൽ നിന്ന്, ആ സുന്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞാൽ ഗുരിഖ, അവൻ മുങ്ങി നശിക്കുമെന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ദീനിന്, ഈ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ആ ദീനിനെ മനസ്സിലാക്കാൻ, അവരുടെ വിശ്വാസം മനസ്സിലാക്കാൻ, അവരുടെ അഖീദ മനസ്സിലാക്കാൻ, ഒന്നാമതായി ഇതിൻ്റെ അസ്ലെന്ന് പറയുന്നത് അവർക്ക് എത്തിച്ചേരാനുള്ള, അത് ആളുകൾക്ക് ദഅവത്ത് ചെയ്യാനുള്ള, ആ മൻഹജിനെ ദഅവത്ത് ചെയ്യാനുള്ള ചില ഉസൂലുകൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഇഹ്തിമാമു വൽ ഇയാനതു ബിത്വലബിൽ ഇൽമി ശർഇയ്യ. മതപഠനം, ദീൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ജാമിയ നദവിയും ഇവിടെ സ്ഥാപിച്ചത്. നമ്മളും ഇവിടെ പഠിച്ചതാണ്. നമ്മൾ ഉസ്താദുമാരെന്ന് പറയും, ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, ഈ സൗകര്യങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ മൂസ മൗലവി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒന്നാമത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. അവർ പറയും 4-5 വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായി എടവണ്ണ ചെറിയ പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഈ ജാമ്യയുടെ ചരിത്രം. അവർ ത്യാഗം സഹിച്ചത്, അവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത്, അവർ സ്വന്തം അലവി മൗലവിനെ കുറിച്ചൊക്കെ പറയും, സ്വന്തം വീട്ടിൽ ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും ആ ജാമ്യയിലെ മക്കൾ ഭക്ഷണം കഴിച്ചോ എന്ന്
വ്യസനിച്ച ആ മക്കൾക്ക് ഭക്ഷണം ലഭിച്ചോ എന്ന് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി ഭക്ഷണം അരി മാറ്റിവെച്ച ഒരുപാട് വീടുകളും കുടുംബങ്ങളുണ്ട് ഈ പരിസരത്ത്. അവരൊക്കെ ആഗ്രഹിച്ചത് ഈ ജാമ്യയിൽ നിന്ന്, ഈ മക്കളെ കൂട്ടത്തിൽ നിന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം, ദീനിന്റെ വെളിച്ചം എത്തിക്കണമെന്ന വലിയ സ്വപ്നവുമായിട്ടാണ്. അല്ലാതെ കുറെ അറബി മുൻഷിമാരെ മാത്രം ഉണ്ടാക്കി, കുറെ പ്രൊഫസർമാരെ മാത്രം ഉണ്ടാക്കി, കുറെ ഭൗതികമായി നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അതല്ല ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവർ ചെയ്തത്. അതിനു വേണ്ടിയിട്ടല്ല ഈ സ്ഥാപനത്തിന് ഓരോ മാസങ്ങളിലും വർഷങ്ങളിലും ആളുകൾ പണം ചെലവഴിക്കുന്നതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ത്യാഗം സഹിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പലപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരൊറ്റ ഹദീസാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യബ്തഗാ ബിഹി വജ്ഹല്ലാഹി തആല, ആരെങ്കിലും ആ അറിവ്, ഇൽമ്, പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കേണ്ട ഇൽമ് ആരെങ്കിലും പഠിക്കുന്നു, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിനദ് ദുനിയ, അവൻ ഇവിടെ പഠിക്കുന്നത് ആ ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ദുനിയാവിൽ ചിലത് നേടാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ദുനിയാവിലെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, ലം യജിദ് അറഫൽ ജന്നതി യൗമൽ ഖിയാമ, പരലോകത്ത് സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. അബൂദാവൂദ് ഉദ്ധരിച്ച 3664 ഹദീസാണ്. ലം യജിദ് അറഫൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല ആർക്ക്? ലോകത്തെ എല്ലാ വസ്തുക്കളും ചരാചരങ്ങളും, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളും കടലിന്റെ ആഴങ്ങളിൽ നീന്തി കുളിക്കുന്ന മത്സ്യങ്ങളും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ, ആളുകൾക്ക് ദീനത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ, ഈ വസ്തുക്കളൊക്കെ, ഈ ജീവജാലങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ഭൗതികമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, ലം യജിദ്, അവർക്ക് ആസ്വദിക്കാൻ പോലും പറ്റൂല, ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പോലും പറ്റാത്ത ഹതഭാഗ്യവാന്മാരായി 5 വർഷം ഇവിടെ പഠിച്ചിട്ട് എന്ത് കാര്യമാണ് സഹോദരങ്ങളെ ഉള്ളത്? ഖുതുബക്ക് പോയാൽ കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഖുതുബ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ആവരുത്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ, ദുനിയാവിൽ എന്ത് ലഭിക്കാൻ വേണ്ടിയിട്ടോ, എന്തെങ്കിലും ജോലിക്ക് വേണ്ടി മാത്രം, ജോലിയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, ജോലി നേടണം, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മുടെ നീയത്ത് അതാവരുത്. നാം ദീനിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, പടച്ചോന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് എങ്കിൽ, ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടിയാണ് എങ്കിൽ, വല്ലാഹി ദുനിയാവ് നിങ്ങളുടെ പിന്നാലെ വരും, ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും. നമ്മുടെ ലക്ഷ്യം ആഖിറത്താണ് എങ്കിൽ, പരലോകമാണ് എങ്കിൽ, സ്വർഗമാണ് എങ്കിൽ, അത്തരത്തിൽ ആവണം എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ആത്മാർത്ഥമായി ഇതേ ജാമ്യയിലെ ഹുഷ്കേന്തെന്ന് ഇവിടെയും ജീവിച്ച ആളാണ് ഞാൻ എന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരാണ്, പുറത്തുനിന്നുള്ള ആരുമല്ല. ഇത് നമ്മൾ മാത്രമാണ്. നമ്മൾ അറിയേണ്ടതും നമ്മളിൽ മാറ്റുണ്ടാക്കേണ്ടതും നമ്മളിൽ തിരുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായി മതപരമായ അറിവന്വേഷിക്കുന്നതിലും ദീനിൽ അവഗാഹം നേടുന്നതിലും എത്ര പേരുടെ മനസ്സിലുണ്ട് ഇന്ന് ഒരു അബ്ദുൽ അസീസ് ആൽ ഷേഖ് റഹിമഹുല്ലാഹ് വഫാത്തായി എങ്കിൽ നാളെ ആളുകൾ ദീനിനെ കുറിച്ച് ഫത്വകൾ ചോദിക്കുമ്പോൾ ഒരു മസ്അല വന്ന ഇതിൽ ഇന്നതാണ് റാജിഹായ അഭിപ്രായം എന്നെങ്കിലും പറയത്തക്ക രൂപത്തിലുള്ള ഒരു പണ്ഡിതനാവണം,
ഇൽമുണ്ടാവണം, അറിവുണ്ടാവണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഹദീസ് ഹിഫ്ളില്ലാത്ത ഒരൊറ്റ ആള് പോലും ഈ സദസ്സിലില്ല എന്ന്, സദസ്സിലുണ്ടാവില്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ നമ്മളെ ഇവിടെയുള്ള സമാജങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി മാത്രമല്ല, ഖുതുബകൾ നടത്താൻ വേണ്ടി മാത്രമല്ല, ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. എത്ര സൗകര്യങ്ങളാണ് ലൈബ്രറിയിലൊക്കെ പുതുക്കി എന്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. കണ്ണ് കാണാതെ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ആ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുണ്ട് എങ്കിൽ, അതിനുമുമ്പ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ആ രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുണ്ട് എങ്കിൽ, അതിനുമുമ്പ് ഇബ്രാഹിം ആൽ ഷെയ്ഖ് ആ രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുണ്ട് എങ്കിൽ, ഈ മൂന്നാളുകളും കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിച്ച്, എല്ലാ സുഖങ്ങളും ലഭിച്ച്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എങ്കിൽ പടച്ച റബ്ബിന് മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. എൻ്റെ കയ്യിലുള്ള പുസ്തകം ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥി, നമ്മളവിടെ പഠിക്കുന്ന ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥി, നമ്മളൊക്കെ ക്ലാസ് എന്ന് പറയും, നമ്മൾ മരിച്ചാലും ബാക്കിയാവുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കിയാക്കി വേണം ഈ ലോകത്തുനിന്ന് പോവാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്മരിക്കാത്ത സദസ്സുകളില്ല, സ്മരിക്കാത്ത ഖുതുബകളോ ക്ലാസ്സുകളോ ഇല്ല. ഇന്ന് നാം പറയുന്ന ഓരോ സംസാരങ്ങൾക്ക് പോലും അദ്ദേഹത്തിന്റെ ഖബറിൽ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എങ്കിൽ, മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലയെ സ്മരിക്കാത്ത സദസ്സുകളില്ല, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്ത ഖുതുബകളില്ല. ഇന്ന് നാം നടത്തുന്ന സംസാരങ്ങളിലും എല്ലാത്തിൻ്റെയും പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്കും എത്തുന്നുണ്ട് എങ്കിൽ, നാം മരിച്ചാലും ബാക്കിയാവുന്ന എന്തെങ്കിലും വിട്ടേച്ചു കൊണ്ടാവണം ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടത് എന്ന് മക്കളോട് പറഞ്ഞപ്പോൾ അവർ പരിശ്രമിച്ച് അവരുണ്ടാക്കിയതാണ്. ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥി റിയാദുൽ മുസല്ലീൻ എന്ന് പറയുന്ന നിസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസുകൾ അവൻ ദിവസങ്ങളോളം ലൈബ്രറിയിൽ ഇരുന്ന് അവിടെ നിന്ന് ഓരോ ഹദീസുകൾ എടുത്ത് അതിൻ്റെ അർത്ഥം പരിശോധിച്ച് അവൻ ജംഅ ചെയ്തുണ്ടാക്കിയതാണ്. നമ്മൾക്കും സാധിക്കാത്തതല്ല, നമ്മൾക്കും കഴിയുന്നതാണ്. പക്ഷേ നമ്മൾക്കതിനൊന്നും സമയമില്ല, നമ്മൾ ഭയങ്കര തിരക്കിലാണ്, നമുക്ക് എന്തൊക്കെയോ ജോലിയാണ്. ഇവിടെയുള്ള ഈ 5 വർഷങ്ങൾ മക്കളെ ദീൻ പഠിക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ, ഇത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം നമ്മൾക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പടച്ചോന്റെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മളല്ലെങ്കിൽ പിന്നെ ആര്? നോക്ക്, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഓറിയന്റലിസ്റ്റുകൾ, അവരുടെ കൂട്ടത്തിൽ ഹാഫിളുകളുണ്ട്, ഖുർആൻ മനപ്പാടമാക്കിയ ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഹദീസുകൾ മനപ്പാടമാക്കിയ ആളുകളുണ്ട്. അറബിയിലെ 1ാമത്തെ ഡിക്ഷണറി ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ നിന്ന് മറുപടി കിട്ടും, ഈ ഓറിയന്റലിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്നാണ് എങ്കിൽ, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇത്രത്തോളം ദീനിനെ പഠിക്കുമ്പോൾ, അവരിത്രത്തോളം പടച്ചുവിടുമ്പോൾ ഇതിന് മറുപടി കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ, ഇതിനെ പ്രതിരോധിക്കേണ്ട ആളുകളാണ് നമ്മൾ, ലോകത്തിനു മുമ്പിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കേണ്ട ആളുകളാണ് നമ്മൾ. ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോയാൽ നമ്മുടെ ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ മാറ്റി തീർത്താൽ വല്ലാഹി പടച്ചോനെടുക്കൽ നമ്മളും മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തത് ദീൻ പഠിക്കേണ്ടതാണ്. രണ്ടാമത്തത് അൽ ഹിർസു അല തത്ബീഖിൽ അമലി ലിൽ ഇസ്ലാം, ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തണം. നമുക്കൊക്കെ ഇൽമുണ്ട്, ഹിഫ്ളുണ്ട്, ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, നഹ്വും സർഫും ബലാഗൊക്കെ നമുക്കറിയാം. പക്ഷേ ആ പഠിച്ച ദീനിനെ, ഹദീസിനെ, ഖുർആനിനെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി ജീവിച്ച് കാണിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തതാണ് അദ്ദഅവതു ഇലല്ലാഹി തആല അലാ ബസീറ. മൂന്നാമത്തതാണ് ദഅവത്ത്. ഒന്നാമത്തത് പഠിക്കുക, രണ്ടാമത്തത് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, മൂന്നാമത്തതാണ് ആളുകൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതേപോലെ നാലാമത്തതായി അൽ ഇഹ്തിമാമു ബി അഖീദത്തി സലഫി ഇൽമൻ വഅമലൻ വതഅലീമൻ. പഠനത്തിലും പ്രവർത്തനത്തിലും പഠിപ്പിക്കുന്നതിലും
മുൻഗാമികളുടെ സലഫുകളുടെ അഖീദക്ക് മുൻഗണന കൊടുക്കണം. നമുക്ക് തസ്കിയ വിഷയങ്ങളൊക്കെ പറയുന്നത് ഇഷ്ടമാണ്. മരണത്തെക്കുറിച്ച് എത്രയും പ്രഭാഷണം നടത്തും, ആളുകളെ കരയിപ്പിക്കും, ഖുതുബകൾ നടത്തും. പക്ഷേ ഒന്നാമത്തത് ആളുകൾക്ക് അഖീദ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റെന്തിനേക്കാളും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അഖീദയാണ്. ഇതിൽ എത്ര പേർ ഉസൂൽ സലാസ ഹഫ്ളാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് നാം ചോദിക്കണം. അടിസ്ഥാനങ്ങളാണ്. നവാഖിലുൽ ഇസ്ലാമും ഉസൂൽ സലാസയും ഖവായിദുൽ അർബയും കിതാബു തൗഹീദും നമ്മൾ പഠിക്കേണ്ടതാണ്. അസ്ലുകളാണ്. ചെറിയ മുത്തൂനുകൾ കിട്ടും, ഒരുപക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവും. നമ്മൾ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് ചിലപ്പോൾ അതേക്കുറിച്ച് അറിയില്ല എങ്കിൽ വല്ലാഹി നാം ഒന്നാമതായി പഠിക്കേണ്ടത് മറ്റെന്തിനേക്കാളും അധികം അഖീദയാണ്, ദീനാണ്. ഏതോ പണ്ഡിതന്മാരുടെ പാളക്കിതാബുകളായി പലപ്പോഴും പരിചയപ്പെടുത്തും കിതാബുകൾ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത്തരത്തിലുള്ള പ്രവണതകളല്ല നമ്മൾക്കുണ്ടാവേണ്ടത്. അവിടെയൊക്കെ ലൈബ്രറിയിലുള്ള ഒരു ശറഹ് സുന്നയുടെ ദവാ ബുക്സ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു മലയാള പരിഭാഷയുണ്ട്. ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലയുടെ ശറഹ് സുന്ന അഖീദ പഠിക്കുമ്പോൾ അതിൻ്റെ അസ്ലായി പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ആരാണ് ഇമാം അൽ ബർബഹാരി റഹിമഹുല്ല? അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അൽ മാറൂദി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഇമാം മാലിക് ബിൻ അനസ്. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് നാഫിഅ മൗലാ ഇബ്നു ഉമർ. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അദ്ദേഹം പഠിച്ചതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ്. ഇത്തരത്തിൽ കൃത്യമായ പരമ്പരയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന പരമ്പരയുള്ളതാണ് ഈ പറയുന്ന അഖീദ, ഈ പറയുന്ന ദീൻ. അതുകൊണ്ട് ആരെങ്കിലും തട്ടിക്കൂട്ടിയത്, ആരെങ്കിലും അവരെ ചിന്തയിൽ നിന്ന് എഴുതിയതല്ല. സലഫുകളുടെ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന്, ഇബ്നു ഉമറിൽ നിന്ന്, നാഫിഇൽ നിന്ന്, ഇമാം മാലിക്കിൽ നിന്ന്, ഇമാം ഷാഫിയിൽ നിന്ന്, ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന്, ഇമാം മാറൂദിയിൽ നിന്ന്, ഇമാം ബർബഹാരി, അങ്ങനെ തുടങ്ങി പരമ്പരകൾ പറയാൻ പറ്റുന്ന, സനദ് പറയാൻ പറ്റുന്നതാണ് നാം പഠിക്കുന്ന, പഠിക്കാൻ പറയുന്ന, പഠിപ്പിക്കാൻ പറയുന്ന കിതാബുകൾ. നമ്മൾ പഠിക്കണം പരിശുദ്ധ ഖുർആൻ. നമ്മൾ പഠിക്കണം ഇഖ്ലാസോടുകൂടി. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പഠിക്കാനല്ല ഹിഫ്ള് എന്നുള്ളത്. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഹിഫ്ള് കംപ്ലീറ്റ് ആയാലേ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഹിഫ്ള് പഠിക്കുക. അത് പിന്നെ ഓതി നോക്കോ? ഇല്ല, ഈ സെമ്മിന്റെ കഴിഞ്ഞു, പിന്നെ അടുത്ത സെമ്മിന്റെ മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ് പഠിച്ചു പോയതിനെ കുറിച്ചോ? വല്ലാഹി പടച്ചോന് വേണ്ടിയിട്ട്, റബ്ബിന് വേണ്ടിയിട്ട് അവസരാണ് ഇത്തരത്തിലുള്ള സിലബസിൽ ഹഫ്ളുള്ളത്. നമ്മൾക്കൊരു അവസരമാണ്. അത് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പഠിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. കിതാബുകൾ നാം പഠിക്കണം. സലഫുകളുടെ, മുൻഗാമികളുടെ, സ്വഹാബത്തിന്റെ അഖീദയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നാം പഠിക്കണം. സമയം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ചുരുക്കുകയാണ്. മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ പോലെ, സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയെ പോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് സ്വാലിഹ് അൽ ഫൗസാൻ. അദ്ദേഹത്തിന്റെ കിതാബുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ പഠിക്കുകയും അഖീദയും മൻഹജും ദീനും അഖ്ലാഖുകളും ആ സ്വഭാവങ്ങളും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാരും, ഈ ജാമ്യ നമ്മൾക്കൊരുക്കിത്തരുന്ന സംവിധാനങ്ങളും സമയങ്ങളും ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തി ദീൻ പഠിച്ച്, ഇഖ്ലാസോടുകൂടി ദീൻ പഠിച്ച് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു തആല നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.